ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ വന്നതിന്റെയും ഇപ്പൊ ഈ പറഞ്ഞതിന്റെയും ഉള്ളറകൾ ചികഞ്ഞാ കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, വീട് വിട്ടിറങ്ങിപ്പോയ ഇവളെ തിരിച്ച് ഈ വീടിനകത്തേക്ക് കയറ്റണം. പിന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊരു പേരുദോഷം ഉണ്ടാവരുത്, അല്ലേ? മോളെന്തിനാ അങ്ങനെ മടിച്ചു നിന്നത്? അതല്ലേ കൂടെ വന്ന അമ്മ അങ്ങനെ നിന്നത്? അല്ല, ഇത് നിന്റെയും കൂടെ വീടാ. അതല്ലെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനും ആവില്ല. ഭാമേ, ഭാമേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആ പൊന്നി, ശാരദമ്മയ്ക്ക് ചായ എടുക്ക്. ആ ചെല്ലു. അയ്യോ, ചായ ഒന്നും വേണ്ട രാഘവേട്ടാ. പിന്നെ ഇവളുടെ കാര്യം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ നടക്കും. ഒടുവിൽ പഴി കേൾക്കുന്നതും പരക്കം പായുന്നതും വീട്ടിലുള്ളവരാ. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശാരദാമ്മ അറിഞ്ഞു കാണുമല്ലോ. കുറച്ചൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നതും. രാഘവേട്ട ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുതേ. ഇനിയിപ്പം ഇത്രയും വലിയൊരു കടം ഇതെങ്ങനെ കൊടുത്തു തീർക്കും? വഴികളൊക്കെ പലതും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാവുന്നില്ല എന്ന് മാത്രം. പിന്നെ 1-2 രൂപയൊന്നും അല്ലല്ലോ ശാരദാമ്മേ ആവശ്യമായിട്ട് വന്നിരിക്കുന്നേ. കൂട്ടിയ കൂടുന്നല്ലാന്നും അറിയാം. എങ്കിലും അങ്ങ് ശ്രമിക്കുക. അത് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാ. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. കാശായിട്ട് തരാൻ സാധിക്കാത്തത് കൊണ്ടാ ഇപ്പം ഈ രീതിയിലൊരു സഹായം. ഞാൻ പറയുന്നതൊരു അവിവേകമായിട്ട് കാണരുതേ രാഘവേട്ട. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇതാ വാങ്ങണം രാഘവേട്ട. ശാരദാമ്മേ, നിങ്ങളുടെ വലിയ മനസ്സാ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന തന്നെ ആ നല്ല മനസ്സുള്ളതുകൊണ്ടാ. അത്രയും വലിയ മനസ്സുള്ളവരെയൊന്നും ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല ശാരദാമ്മേ. അവരുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ നിങ്ങളെന്താ അത്രയ്ക്ക് കൊച്ചാക്കിയിട്ടാണോ കാണുന്നത്? നിങ്ങളുടെ ഹോട്ടലിരിക്കുന്ന ആ ഇത്തിരി വട്ടത്തിൽ കിടക്കുന്ന സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? രാഘവേട്ട, ഇത് അതൊന്നുമല്ല, അറിഞ്ഞോണ്ടുള്ള ഒരു പരിഹാസം. അയ്യോ സത്യം. വീണ് കിടക്കുന്നവന്റെ മുഖത്ത് നോക്കി ചവിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖം. സത്യമേ, അതിനു മാത്രം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വരവ്. ഭാമേ, എന്തൊക്കെ ഇവരൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? രാഘവേട്ട ഒരു ശുദ്ധനാ. ഇവരുടേതുപോലെയുള്ള കുശാഗ്രബുദ്ധിയൊന്നും രാഘവേട്ടന് തെളിയില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് ഇവരുടെ വരവ് കണ്ടപ്പോഴേ കത്തി, ഇത് എന്നെയും എന്റെ കുടുംബത്തെയും കൂട്ടത്തോടെ അപമാനിക്കാനുള്ള വരവാണെന്ന്. സത്യമേ, സത്യത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. മനസ്സിൽ ഒരു ഉദ്ദേശവും വച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓ, സ്വന്തവും ബന്ധവും ആവുമ്പോ ഇതുപോലുള്ള ആപത്ഘട്ടത്തിലല്ലേ സഹായിക്കാൻ പറ്റൂ. ആ ഒരൊറ്റ കാര്യം ഓർത്ത് വന്നതാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇങ്ങനൊരു വരവ് വരേണ്ടിയിരുന്നില്ലെന്ന്. ഓ, ഈ വന്നതിന്റെയും ഇപ്പൊ ഈ പറഞ്ഞതിന്റെയും ഉള്ളറകൾ ചികഞ്ഞാ കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, വീട് വിട്ടിറങ്ങിപ്പോയ ഇവളെ
തിരിച്ച് ഈ വീടിനകത്തേക്ക് കയറ്റണം. പിന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊരു പേരുദോഷം ഉണ്ടാവരുത്, അല്ലേ? ശാരദാമ്മ ഒന്ന് മനസ്സിലാക്കണം. സ്ത്രീധനം പോലും വാങ്ങിക്കാതെയാ നിങ്ങളുടെ ഇളയ മകളെ ഞാൻ മരുമകളാക്കി ഈ വീട്ടിലേക്ക് കയറ്റിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവളെ കെട്ടിയ അവനും ഇവളും എന്നെ തിരിഞ്ഞു കൊത്തി. എന്തായാലും ഇവളെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയല്ലേ ഈ ഒരു സഹായഹസ്തവും നീട്ടിക്കൊണ്ട് ശാരദാമ്മ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഈ മോളോട് ചോദിച്ചോ അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവോന്ന്? അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവെങ്കിൽ മാത്രം ഇവിടെ നിർത്തിയാ മതി. പാതിരാത്രി കിടന്ന് ഓടാനും ചാടാനും ഇവിടെ ആളുമില്ല, അയൽക്കാരുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഞാനിമ്മ കളി പോലെയാ ഇവിടുത്തെ ഓരോ ദിവസം കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. അതിന്റെ ഇടയില മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങള്. ശാരദാമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോ. ഇതെന്താ ഭാമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാരദാമ്മ വന്നതിന് മറ്റൊരർത്ഥം നീ കണ്ടതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ. രാഘവേട്ട ഇപ്പോഴും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഭാമയും ഞാൻ പറഞ്ഞു വരുന്നത്. രാഘവേട്ട, ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആരും ഇല്ലാന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും കുടുംബശ്രീ വീട്ടിലേക്ക് കയറി വരാം. അവിടെ നിങ്ങളെ ആരും തടയില്ല, ഇറങ്ങിപ്പോകാനും പറയില്ല. പിന്നെ ഇവളെ ഇങ്ങോട്ടേക്കാ കെട്ടിച്ചു വിട്ടത്. ഇവള് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാ. രോഹിത് വന്നാലും ഇവിടെയല്ലേ വരൂ. അതുകൊണ്ട് ഇവളിവിടെ തന്നെ നിൽക്കട്ടെ. അമ്മ പോട്ടെ. അമ്മ ഭാമേ, ശാരദാമ്മ എത്ര നല്ല രീതിയിലാണ് സംസാരിച്ചത്. ആ ഒരു ഹൃദയവിശാലതയും എളിമയും നീ എന്താ നമ്മുടെ വീട്ടിൽ സഹായമായിട്ട് വരുന്നതോട് കാണിക്കാത്തത്? ഇത് വിഷ്ണുവിനെ കിട്ടാൻ വേണ്ടിയും അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ശാരദാമ്മയുടെ അടവാ. ഇതേ ഇവിടുത്തെ കണ്ണുകൾ ഇളക്കാൻ വേണ്ടിയുള്ള വരവായിരുന്നു.